നമ്മുടെ ലീഡർ അദ്ദേഹം വിശ്വസിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അകത്തേക്ക് കടന്ന് ആദ്യത്തെ പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞത്, എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഭാരതത്തിൽ അമ്പലങ്ങൾ കെട്ടലല്ല, മറിച്ച് അമ്മമാരുടെ, പെൺകുട്ടികളുടെ, കൗമാരക്കാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കലാണ് എന്ന് പറയുകയും അത് ലോകം നോക്കിക്കാണുകയും ചെയ്ത ശ്രീമാൻ നരേന്ദ്രമോദിജി എത്രയോ തവണ കേരളത്തിൽ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ആവിഷ്കരിച്ച 300 പദ്ധതികൾ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് മാത്രം കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് താമര ചിഹ്നത്തിൽ ജയിച്ച ഒരു മെമ്പറായിട്ടുള്ള ശ്രീമതി ആശയ്ക്ക് ഇവിടെ ദുഃഖത്തോടു കൂടിയിട്ട് ഇവിടെ റോഡില്ലെന്നും ഇവിടെ കനാലില്ലെന്നും ഇവിടെ വികസനമില്ലെന്നും പറയേണ്ട സാഹചര്യം വരില്ലായിരുന്നു. അമൃത് നഗരം പദ്ധതി പ്രഖ്യാപിച്ചിട്ടും കേരളത്തിലെ ശുദ്ധീകരണം നടന്നില്ലെങ്കിൽ അമൃത് നഗരം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദേവലോകത്തിന് തുല്യമായിട്ട് പട്ടണങ്ങളെ സൃഷ്ടിക്കുക, ഗ്രാമാന്തരങ്ങളെ സൃഷ്ടിക്കുക. അതിനുവേണ്ടി കൊണ്ടുവന്ന ആ മോദിജിയുടെ വിശ്വാസ പ്രമാണത്തെ വാക്കാക്കി മാറ്റാൻ കാശ്മീർ മുതൽ തമിഴ്നാട് വരെ സ്റ്റാലിൻ വേറെ പാർട്ടിക്കാരനാണ്, പക്ഷേ അവിടെ AIDMK വേറെ പാർട്ടിയാണ്. എന്നാൽ തമിഴ്നാട്ടുകാരൻ ചിന്തിക്കുകയാണ്, എന്താണ് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കുക? അവിടെ രാഷ്ട്രീയം മാറ്റിവെച്ചു അല്ലെ? അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് ഫണ്ട് കൊണ്ടുവന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോട്ടെ, പ്രതിപക്ഷ ലീഡറുടെ ചിന്ത എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല 20% വോട്ട് കിട്ടിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സംസ്ഥാന അധ്യക്ഷൻ, യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ അല്ലെ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രസിഡന്റായിട്ട് ഒതുങ്ങിക്കൂടേണ്ട ആളാണോ? അല്ല. ടെക്നോളജിയുടെ തലപ്പത്തിരുന്ന് ഐ ടി കേന്ദ്രത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർമാരിൽ ഒരാളായിരുന്ന് മുന്നോട്ട് പോയിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ഈ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കാരണം? ഷഡനോട് ഷാഢ്യം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും മുന്നിൽ ഷഡനോട് ഷാഢ്യം നടത്താൻ നിങ്ങൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ പ്രസംഗിക്കണം, പാർട്ടി മീറ്റിങ്ങിന് പോകണം, നമ്മളിവിടെ മത്സരിക്കണം. ഞാൻ 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ഇതെല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അടിക്കടിക്ക് ഡൽഹി പോകാൻ പറ്റുമോ? അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഗ്രാമങ്ങളിലും ജനങ്ങൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും പട്ടിണിപ്പാവങ്ങൾക്കിടയിലും പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഈ കേരളത്തിൽ നടക്കുന്ന കാപട്യത്തെ, തെറ്റിനെ, നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിനോട് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് പോയി കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ ചെയർമാനും കേരളത്തിന്റെ തെരുവീതിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇറങ്ങിപ്പുറപ്പെടുന്നതിന്റെ സൂചകമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ ഇരിക്കുന്ന ആളുകൾ തീരുമാനമെടുക്കേണ്ടത് എന്താണ്? നമ്മൾ എടുക്കുന്ന തീരുമാനം, നിങ്ങളൊക്കെ ആലപ്പുഴയിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നപ്പോൾ ഒരു വാക്ക് കൊടുത്തു. അദ്ദേഹം പ്രസംഗിച്ചു, എന്താണ്? മാറാത്തത് മാറും. മാറാത്തത് മാറും എന്ന് മാത്രമല്ല, നമ്മൾ സംസ്ഥാന അധ്യക്ഷനും നമ്മുടെ ആളുകൾക്കും കൊടുക്കുന്ന വാക്ക്, ദേശീയ തലത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാക്ക്, മാറാത്തത് മാറിയില്ലെങ്കിൽ മാറ്റാനുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ റോഡിൽ ഇറങ്ങും എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാതെ തുടങ്ങിയ ആളുകളാണെങ്കിൽ നമ്മൾ ഡബിൾ എഞ്ചിൻ സർക്കാരിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. കേന്ദ്രത്തിൽ ഒരു പദ്ധതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാൽ അത് 24 മണിക്കൂർ കഴിയുമ്പോൾ അത് മധ്യപ്രദേശിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ വരാൻ പോകുന്ന ഭാവി കേരളത്തിൽ കേന്ദ്രത്തിൽ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDAയുടെ ഒരു ഭരണകൂടം ഉണ്ടായാൽ 24 മണിക്കൂറിൽ 22 മണിക്കൂറിനുള്ളിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള വാക്ക് നമ്മൾ സമൂഹത്തോട് പറയുമ്പോൾ നിങ്ങൾ നൽകിയ വാക്ക് എന്താണ്? ആലപ്പുഴയിൽ ഞങ്ങൾ കൂടുതൽ സമയം പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആരായി മാറും? ചേർത്തലയിലെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയോ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയുടെയോ ചുമതല എന്താണ്? നമ്മൾ ജയിച്ച് സംസ്ഥാന അധ്യക്ഷനോടും സംസ്ഥാനത്തെ ഞാൻ ഉൾപ്പെടെയുള്ള ജനറൽ സെക്രട്ടറിമാരോടും ഭാരവാഹികളോടും
നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് പറയും, എന്ത് പറയും? ഞാൻ വെറും ആശാ മുകേഷ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി എന്നല്ല, ഞാൻ ഇന്ന വാർഡിൽ നിന്ന് ജയിച്ച് ജനപ്രതിനിധിയായിട്ട് ഇതാ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് നടന്നു വരുമ്പോൾ ഒരു പൊൻ താമര സമ്മാനമായിട്ട് സംസ്ഥാന അധ്യക്ഷന്റെ കൈകളിൽ നിന്ന് വാങ്ങണം. അതിന് ഓരോ നിമിഷവും പ്രവർത്തനത്തിന്റെ കർമ്മമണ്ഡലത്തിൽ ഇറങ്ങാൻ നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ കൂടുതൽ തയ്യാറെടുപ്പ് നടത്തുന്ന ഈ വേളയിൽ സമയം കളയാതെ അതിൻ്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുക. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീമാൻ തുഷാർജി ഇവിടെ പ്രസംഗിച്ച് കേട്ടില്ലേ? തുഷാർജിയുടെ പ്രസംഗം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ പല യോഗങ്ങളുടെ പരിസരത്തും ഒരു യോഗം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ BDJS-ന്റെ ഒരു പൊതുപരിപാടി വെച്ച് തുഷാർജിയെ ക്ഷണിച്ച് മണിക്കൂറുകൾ നമുക്ക് കേരളത്തിൽ എൻ്റെയും നിങ്ങളുടെയും അമ്മമാർക്കിടയിൽ പ്രസംഗിപ്പിക്കാൻ സാധിച്ചാൽ ഇവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ. ഇനി പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ പറയാൻ നല്ല വെടുപ്പായിട്ട് അറിയുന്ന ആള് തന്നെയാണ്. പക്ഷേ മൈക്കിന്റെ മുന്നിലേക്ക് വരില്ല, ഇനി വരുത്തും എന്നുള്ള ഒരു പ്രതിജ്ഞ കൂടി എടുത്തുകൊണ്ട് നമ്മുടെ NDAക്ക് പരിപൂർണമായിട്ടുള്ള ഒരു വിജയം നമ്മുടെ ഈ ജില്ലയിൽ ഉണ്ടാകട്ടെ എന്നും അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം. യോഗ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അറിയാൻ കുറച്ച് ലേറ്റായി പോയി, ഞാൻ നീണ്ടിട്ട് സംസാരിക്കാൻ പോകുന്നില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനത് പാർട്ടിയും അത് ഒരു 8 മാസമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഇവിടെ വന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞാൻ എൻ്റെയും പാർട്ടീൻ്റെ പേരിൽ എല്ലാവിധ ആശംസകൾ, എല്ലാവിധ ബെസ്റ്റ് വിഷസ് അറിയിപ്പിക്കുന്നു. അതിൻ്റെ ഒപ്പം BJP NDA പ്രവർത്തകർ, ഈ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ അധ്വാനിക്കുന്ന പ്രവർത്തകർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നമസ്കാരം. എലക്ഷൻ നിർണായകമായ എലക്ഷനാണ്. പണ്ട് കാലത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ്, ക്വാർട്ടർ ഫൈനലാണെന്നെല്ലാം ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയല്ല പാർട്ടി കാണുന്നത്. നമ്മളെല്ലാവരും തീരുമാനിച്ചത് ഇതൊരു ഫൈനലാണ്. കാരണം വ്യക്തമാണ്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാറ്റം അവർ തീരുമാനിച്ചു. മാറ്റം വന്നേ പറ്റൂ. ആ മാറ്റം BJP NDAക്ക് മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലക്ഷൻ ഒരു ഫൈനൽ ഇലക്ഷനായിട്ട് കാണുന്നത്. ആശാജി പറഞ്ഞല്ലോ, വികസനം, ഈ വികസിത ചേർത്തല കൺവെൻഷനിൽ നമ്മൾ സംസാരിക്കുന്നത് വികസനത്തിനെ കുറിച്ചാണ്. ഇതുവരെ നടന്ന വികസനം എല്ലാം നടന്നത് നരേന്ദ്രമോദിജിൻ്റെ പദ്ധതിൻ്റെ കാരണമാണ്. അതൊരു സത്യമാണ്. അത് ചേർത്തല മാത്രമല്ല, തൃശ്ശൂരിൽ നോക്കിയാലോ, തലസ്ഥാനമായ തിരുവനന്തപുരത്തിൽ നോക്കിയാൽ, എവിടെ നോക്കിയാലും കഴിഞ്ഞ 10 കൊല്ലം വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജി ചെയ്ത പണി, നരേന്ദ്രമോദിജിൻ്റെ പദ്ധതിൻ്റെ കാരണമാണ്. അപ്പോൾ ഈ എലക്ഷൻ പിന്നെ എങ്ങനെയാണ് ലെഫ്റ്റും കോൺഗ്രസും മത്സരിക്കുന്നത്? എന്തിനു വേണ്ടി? ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നത് എന്തിനാണ്? സമൂഹത്തിൻ്റെ, നഗരത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിൻ്റെ പാർട്ടി ജയിച്ചാൽ അധ്വാനിക്കും, പ്രവർത്തിക്കും, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരും, ഒരു നല്ല ഭാവി സൃഷ്ടിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് വോട്ട് കൊടുക്കുന്നത്. 10 കൊല്ലം മുമ്പേ ഇവിടെ എത്ര കൊല്ലായി എൽ ഡി എഫ് 10 കൊല്ലായില്ലേ? ആ, എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്തു. ആര്? LDF. വോട്ട് തേടി വോട്ട് നേടി സർക്കാർ ഉണ്ടാക്കി, ചേർത്തൽ ഭരിച്ചു. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ശരിയായോ? ഞാൻ വായിച്ചു തരാം. ശരിയാവാത്ത കാര്യങ്ങളെല്ലാം വായിച്ചു തരാം. ഇതാണ് മാറ്റേണ്ടത്. 1.5 ലക്ഷം സാധാരണ ജനങ്ങൾ തെരുവു നായ കടികൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവും. ഇതാണ് ശരിയായത്, ഇതാണ് ശരിയാക്കിയത്. ഇന്നും 2 കൊല്ലം 2 ലക്ഷം വീടുകൾ, കുടിവെള്ളമില്ലാത്ത വീടുകളുണ്ട്. നരേന്ദ്രമോദിജി എല്ലാ സംസ്ഥാനത്തിന് ഗവൺമെന്റിനും കാശ് കൊടുത്തതാണ് അഡ്വാൻസിൽ. ഞാൻ മന്ത്രിയായിരുന്നു. ജൽജീവൻ മിഷൻ കേരള സർക്കാരിന് അഡ്വാൻസ് ആയിട്ട് കാശ് കൊടുത്തു. ഇന്നും 6000 കോടിയുടെ പേയ്മെന്റ് സംസ്ഥാന സർക്കാർ കോൺട്രാക്ഷൻ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ വീട്ടിൽ കുടിവെള്ളം വരാൻ പോകുന്നു? വീടില്ലാത്ത 35,000 പേര് 10 കൊല്ലം ഭരിച്ചു. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു വാഗ്ദാനം കൊടുത്ത LDF സർക്കാർ ഇന്നും ചേർത്തലിൽ 33,000 വീടില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഇവർ ഭരിച്ചു. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ എന്താ കാണുന്നത്? ശബരിമലയിൽ നിന്ന് 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോകും. ആര് ചെയ്യുന്നു? സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡ്. മുഖ്യമന്ത്രി എന്ത് പറയുന്നു? ഇതൊരു വീഴ്ചയാണെന്ന്. അപ്പോൾ 4.5 കിലോ സ്വർണം ഞാനൊരു ഷോപ്പ് പോയിട്ട് തട്ടിക്കൊണ്ടുപോയാൽ അത് വീഴ്ചയാണോ? പിന്നെ എങ്ങനെയാ ശബരിമലേൻ്റെ സ്വർണം കക്കുമ്പോൾ അതൊരു വീഴ്ച? അതൊരു കൊള്ളയല്ലേ? കൊള്ളയാണ്. ഇന്നലെ മിഞ്ഞാന്ന് ശബരിമലയിൽ നമ്മൾ എന്താ കാണുന്നത്? ഭക്തങ്ങൾ, എല്ലാ കൊല്ലം പോകുന്ന വിശ്വാസികൾ തൊഴാൻ പോകുന്നു, നട തുറക്കുന്നു, അവർ തൊഴാൻ പോകുന്നു. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും ആൾക്കാർ പോകുന്നു. 15 മണിക്കൂർ വെള്ളമില്ല, തിന്നാനൊന്നുമില്ല. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയൻ സർക്കാരും LDFനും ഹിന്ദു പുണ്യസ്ഥലത്തിനെ സംരക്ഷിക്കാനോ വിശ്വാസികളെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പറയൂ. ഞങ്ങൾ നരേന്ദ്രമോദിയോട് പറയാം ഇത് ഏറ്റെടുക്കാൻ. നരേന്ദ്രമോദിജി ഇതിന് നന്നായി സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. ആ സർക്കാരിന് സംരക്ഷിക്കും. അപ്പോൾ 10 കൊല്ലം ഭരിച്ചു. ചേർത്തല മുനിസിപ്പാലിറ്റി ഭരിച്ചു, കേരള നാട് ഭരിച്ചു, ജനങ്ങളെ വഞ്ചിച്ചു. ഇത് CPM. അതിനെ കുറിച്ച് ഇനി കൂടുതൽ പറയുന്നില്ല. പിന്നെ വരുന്നു കോൺഗ്രസ്. കോൺഗ്രസിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവരും അറിയാം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി, ആ പാർട്ടീൻ്റെ പേര് മാറ്റണം. ആ പാർട്ടീൻ്റെ പേരെന്താണോ അറിയോ? രാഹുൽ ഗാന്ധി വികസന സമാജം. ജമാഅത്തെ ഇസ്ലാമിയും SDPI ആണ് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടീൻ്റെ നിയമങ്ങളും അവരുടെ രാഷ്ട്രീയവും. എന്നിട്ടാണ് ഇന്ന് ഞങ്ങളോട് പറയുന്നത്, ജനങ്ങളോട് പറയുന്നത്, CPM പോണം, ഞങ്ങളാണ് വന്ന് ഭരിക്കുന്നത്. ഇല്ല, അതൊന്നും നടക്കില്ല. കാരണം ജനങ്ങൾ തീരുമാനിച്ചു, മാറാത്തത് ഇനി മാറണം, മാറാത്തത് ഇനി മാറും. BJP NDAക്ക് ഒരു അവസരം തരണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം ആശാജി പറഞ്ഞ പോലെ ഇതുവരെ നടന്ന വികസനം BJPന്റെ കാരണമാണ്, BJP NDAന്റെ കാരണമാണ്. ഞങ്ങൾ വികസന കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുമ്പോൾ, വികസന രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ
ഞങ്ങൾ എന്താണ് പറയുന്നത്? നാടിൻ്റെ രാഷ്ട്രീയത്തിലൊരു മാറ്റം വരണം, രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം വരണം, രാഷ്ട്രീയ ഡിബേറ്റിൽ മാറ്റം വരണം. രാഷ്ട്രീയം ഒരു വികസന മത്സരമായി മാറണം. കോൺഗ്രസിനും LDFനും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾ സമ്മതിക്കാൻ തയ്യാറാണ്. ഓക്കെ, അവർക്ക് വോട്ട് കൊടുത്തോളൂ. നാടിനെ നന്നാക്കാൻ ആരാണെങ്കിലും, ഏത് പാർട്ടി ഒരു നല്ല കാഴ്ചപ്പാട്, നല്ല പ്രവർത്തന ശൈലി ഉള്ള പാർട്ടി, അവർക്ക് മാത്രമേ ജനങ്ങൾ പിന്തുണ കൊടുക്കാൻ പാടുള്ളൂ. ഞങ്ങൾ തയ്യാറാണ്. LDFന് അങ്ങനെ ഒരു കാഴ്ചപ്പാടോ അങ്ങനെ ഒരു ശൈലിയോ അങ്ങനെ ഒരു പ്രവർത്തിക്കാൻ അവർക്കൊരു ആഗ്രഹവും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് കൊടുത്തു. പക്ഷേ അവസരം കൊടുത്തപ്പോൾ 10 കൊല്ലം ഭരിച്ച് എന്ത് ചെയ്തു? അഴിമതി, കുറ്റകരായ അനാസ്ഥ, കഴിവില്ലായ്മ, പിന്നെ അതിൻ്റെ ഒപ്പം പ്രീണവും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, ചേർത്തല നിവാസികളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എത്രയോ തവണ അവസരം കൊടുത്തു LDFനും അതിന് മുമ്പ് കോൺഗ്രസിനും. വികസനം ഞങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ്, അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണ്. ഇവിടെ ഇരിക്കുന്ന കൗൺസിലർമാർ, സ്ഥാനാർത്ഥിമാർ കൗൺസിലറാവും. ശോഭാജി പറഞ്ഞ പോലെ ഡിസംബർ 15-ാം തീയതി ഞങ്ങൾ ഇവിടെ വരുമ്പോൾ സ്ഥാനാർത്ഥിമാരല്ല കാണാൻ പോകുന്നത്, കൗൺസിലർമാരും ഭരിക്കാൻ പോകുന്ന കൗൺസിലർമാരാണ് ഇവിടെ ഇരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ജനങ്ങളുടെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ വികസനം ചെയ്യാൻ തയ്യാറാണ്, വികസന രാഷ്ട്രീയം ചെയ്യാൻ തയ്യാറാണ്, വികസിത ചേർത്തല സൃഷ്ടിക്കാൻ തയ്യാറാണ്. ഇവിടുത്തെ മാലിന്യം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ്, റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ്, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ്, തെരുവുനായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ്, അഴിമതി രഹിത ഭരണം കൊണ്ടുവരാൻ തയ്യാറാണ്. ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ആദ്യത്തെ 45 ദിവസത്തിൽ 45 ദിവസം ഞങ്ങൾ 5 കൊല്ലം ചെയ്യാൻ പോകുന്ന ബ്ലൂ പ്രിന്റ് ജനങ്ങൾ മുമ്പിൽ വെക്കും. എൻ്റെ ഉറപ്പാണ്, BJP കേരളത്തിൻ്റെ ഉറപ്പാണ്, നരേന്ദ്രമോദിജിൻ്റെ ഉറപ്പാണ്, അഴിമതി രഹിത ഭരണം തരാൻ തയ്യാറാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ ഉറപ്പാണ്, തരും. ഞങ്ങൾക്കൊരു അവസരം തന്നാൽ എല്ലാ കൊല്ലം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കും. എല്ലാ കൊല്ലം കൊല്ലം കഴിഞ്ഞ ഉടനെ അതിൻ്റെ റിപ്പോർട്ട് കാർഡ് ജനങ്ങൾ മുമ്പിൽ വയ്ക്കും. എല്ലാ ബഡ്ജറ്റ് സെഷനിലെ ഓരോരോ നയ പൈസയും രൂപേൻ്റെ കണക്ക് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചു തരും. ഇതുമാതിരി എത്രയോ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, കഴിവുണ്ട്. 11 കൊല്ലം ശോഭാജി പറഞ്ഞ പോലെ നരേന്ദ്രമോദിജി പഠിപ്പിച്ചതും കാണിച്ചു തന്നത് എന്താണ്? വികസന രാഷ്ട്രീയം, അധ്വാനം, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന BJP NDA മിനിസ്റ്റേഴ്സും കൗൺസിലേഴ്സും MPസും MLAയും. അത് ഞങ്ങൾ ചേർത്തലയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കൊരു അവസരം തരൂ എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ആ അഭ്യർത്ഥനയോട് പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ഈ കൺവെൻഷന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചേർത്തല മണ്ഡലം അധ്യക്ഷൻ ശ്രീ കണ്ണൻ ഹരിദാസിനെ ക്ഷണിക്കുന്നു. മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ളവർ, ഈ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാവരും NDAയുടെ ഇങ്ങോട്ട് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള BJPയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ അധ്യക്ഷൻ ബഹുമാനീയനായിട്ടുള്ള ശ്രീ PK ബിനോയ് സാർ അവർകൾ, യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഏറെ ബഹുമാനീയനായിട്ടുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അവർ, അതുപോലെ തന്നെ NDAയുടെ ചെയർമാനായിട്ടുള്ള ചേർത്തലയുടെ സ്വന്തം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ, കൂടാതെ ഇവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്ഥാനാർത്ഥികളായിട്ടുള്ള മുഴുവൻ പേരും ഇങ്ങോട്ട് മുൻനിരയിലേക്ക് കടന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും നഗരസഭയിലും ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഇങ്ങോട്ടെടുത്ത്, ബ്ലോക്ക് ഡിവിഷൻ എല്ലാ സ്ഥാനാർത്ഥികളും. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. വന്ദേ മാതരം. നമ്മുടെ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട്
ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ അരുൺ അനിരുദ്ധനെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ബിനോയ് സാർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി NDAയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തുവാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന കേരളത്തിൻ്റെ വികസനം, ആ കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നീ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിയുടെ ഏറെ ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, അതോടൊപ്പം തന്നെ നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള ചേർത്തലയുടെ അഭിമാനം ശ്രീ തുഷാർജി അടക്കമുള്ള ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. കഴിഞ്ഞ 11 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കേരളത്തിലെ എല്ലാ വീടുകളിലും, എല്ലാ ഭവനങ്ങളിലും, എല്ലാ ആളുകളിലേക്കും എത്തിയിരിക്കുന്നൊരു സാഹചര്യം. രാജ്യം കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസനങ്ങൾ ഓരോ പൗരനും നേരിട്ട് അനുഭവവേദ്യമാകുന്ന തരത്തിലേക്ക് കഴിഞ്ഞ 11 വർഷക്കാലം കൊണ്ട് രാജ്യത്ത് ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ, ക്ഷേമ പദ്ധതികളിലൂടെ വിപ്ലവകരമായിട്ടുള്ള വികസന മാറ്റം രാജ്യത്തുടനീളം കൊണ്ടുവന്നിട്ടുള്ള ഒരു സർക്കാർ രാജ്യം ഭരിക്കുകയാണ്. കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് കൈപ്പറ്റുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അധികാരത്തിലെത്തിയ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ട് രാജ്യം ഭരിച്ച മറ്റ് മുന്നണികൾക്കാർക്കും തന്നെ 6 പതിറ്റാണ്ട് കാലം രാജ്യത്ത് ഇത്തരത്തിലൊരു വികസനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്ന് ഈ കേരളത്തിലടക്കമുള്ള പൊതുസമൂഹം മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോട്, NDAയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ ഇന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് സമ്പർക്കവുമായിട്ട് എല്ലാ ഭവനങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ മറ്റെങ്ങും ഇല്ലാത്ത തരത്തിൽ, മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ NDAയുടെ പ്രവർത്തകരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് എല്ലാ വീടുകളിലേക്കും സ്നേഹത്തോടു കൂടി നമ്മളെ സ്വാഗതം ചെയ്യുന്നൊരു അന്തരീക്ഷം ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുണ്ട്. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇന്നിവിടെ കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ഈ പൊതു സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ, ഇന്ന് ഈ യോഗത്തിലെത്തിയിരിക്കുന്ന എല്ലാവരും, വളരെ നേരമായി ഈ യോഗത്തിലേക്ക് പങ്കെടുക്കുവാനായി എത്തിയിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ യോഗത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് PK ബിനോയ് അവറുകളെ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാനെത്തിയിരിക്കുന്ന ഏറെ ബഹുമാനനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നമുക്കറിയാം, 2014 നമ്മുടെ NDA സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മോടൊപ്പം തോളോട് ചേർന്ന് നിന്നുകൊണ്ട് പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള BDJs, ആ BDJസിൻ്റെ ജനകീയനായിട്ടുള്ള നേതാവ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവറുകളെ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അടുത്തതായി നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ സ്ത്രീമുഖം, ആലപ്പുഴ ലോക്സഭയിലടക്കം മിന്നുന്ന പ്രകടനത്തിലൂടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് വലിയ തേരോട്ടം നടത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രിയപ്പെട്ട ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ജിയെ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ വളരെ ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എല്ലായ്പ്പോഴും സജീവമായി നിന്നുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ഏറെ ബഹുമാനനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് ജിയെ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ആലപ്പുഴ ജില്ലയുടെ ഇൻചാർജുമായിട്ടുള്ള ശ്രീ പൂന്തുറ ശ്രീകുമാർ ജിയെ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബിജെപിയുടെ ആലപ്പുഴ മേഖലയുടെ അധ്യക്ഷൻ ശ്രീ എൻ ഹരി അവറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ ആലപ്പുഴയിലെ മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള ശ്രീ വെളിയാകുളം പരമേശ്വരൻ ചേട്ടനെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതോടൊപ്പം ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പരീക്ഷിത് ജി, ശ്രീ വിമൽ രവീന്ദ്രൻ, ശ്രീ മധുസൂദനൻ ജി, സി എ പുരുഷോത്തമൻ, ശ്രീ അഭിലാഷ് മാപ്പറമ്പിൽ, ശ്രീ ഗോപിദാസ്, നമ്മുടെ ജനകീയ മെമ്പറായിട്ടുള്ള ശ്രീ ആശ മുകേഷ് അടക്കമുള്ള ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ആദരണീയനായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന ചെയർമാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന കൺവീനറും BDJS-ൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ശ്രീ തുഷാർജി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ്, ശ്രീ പൂന്തുറ ശ്രീകുമാർ, ശ്രീ എൻ ഹരി, മറ്റ് ആദരണീയരായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നിശ്ചയിച്ചതിനേക്കാൾ അല്പം ലേറ്റായിട്ടാണ് നമ്മുടെ യോഗം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ വികസിത ചേർത്തല എന്ന സന്ദേശം നൽകിക്കൊണ്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒരു കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ചേർത്തല മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷ ഭരണവും അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ UDF-ൻ്റെയും ഭരണമാണ് ചേർത്തല നഗരസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ചേർത്തല നഗരസഭയെ സംബന്ധിച്ച് ഇവിടുത്തെ പൗരസമൂഹത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്ന കാര്യത്തിലുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചേർത്തല നഗരസഭയെ സംബന്ധിച്ച് തികഞ്ഞ പരാജയമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ചേർത്തല നഗരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ തന്നെ പരാജയപ്പെട്ടൊരു ഭരണസമിതിയായിരുന്നു ചേർത്തല നഗരസഭ. നമുക്കറിയാം, ചേർത്തലയിലെ മുട്ടം മാർക്കറ്റ് പ്രധാനപ്പെട്ട നമ്മുടെ ചേർത്തല താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വ്യാപാരാവശ്യത്തിനും മറ്റുമൊക്കെ ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ചേർത്തലയിലെ മുട്ടം മാർക്കറ്റ്. അവിടുത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയോ കാലങ്ങളായിട്ട് ചേർത്തല നഗരസഭ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഭരണസാരഥ്യത്തിൽ വരുന്നവർ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷേ അതൊന്നും ഇന്നും പരിഹാരം തേടാത്ത പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുകയാണ് ചേർത്തല നഗരസഭയെ സംബന്ധിച്ച്. ഞാനിത് ചേർത്തല നഗരസഭയിലായതുകൊണ്ടാണ് നഗരസഭയെ ഊന്നിയുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ റോഡുകൾ, നമ്മുടെ പ്രധാനപ്പെട്ട ഏറ്റവും തിരക്കുള്ള റോഡാണ് AC റോഡ്, അതുപോലെ തന്നെ മനോരമ കവല ചേർത്തല നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാതകൾ. അതൊക്കെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ടാണ് ആ പ്രദേശത്ത് രൂപപ്പെടുന്നത്. അങ്ങനെ ഗതാഗത സൗകര്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ചേർത്തല നഗരസഭ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
പ്രത്യേകിച്ച് നമ്മുടെ മുട്ടം മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേവീക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട നടപ്പാതയും റോഡും അർത്തിങ്കൽ ഭാഗത്തേക്കുള്ള ബസ് ഗതാഗതമൊക്കെ നടത്തുന്ന ആ മേഖല എപ്പോഴും വളരെ തിരക്കേറിയ ഒരു പാതയാണ്. അവിടെ കാൽനട യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു ഗതാഗത പരിഷ്കരണം ഇന്നും ചേർത്തല നഗരസഭയെ സംബന്ധിച്ച് ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ നമുക്കറിയാം മാലിന്യ സംസ്കരണം വളരെ കൊട്ടിഘോഷിച്ചാണ് ആനന്ദർവെളിയിൽ ചേർത്തല നഗരസഭയുടെയും മറ്റും നേതൃത്വത്തിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ അതിന്ന് പ്രവർത്തിക്കാത്ത വിധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഈ നഗരസഭയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. അത് പരിഹരിക്കുവാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ചേർത്തല റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നഗരസഭയാകട്ടെ, സ്ഥലം MLA ആകട്ടെ, MP ആകട്ടെ, ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തായിട്ട് 15-20 വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് സ്ഥലമെടുക്കുകയും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടത്തുകയും ചെയ്തു. ഇന്നും അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തുള്ള ആ ബസ് സ്റ്റാൻഡ് ഇന്നും പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ല. ഇതൊക്കെ 10,000-കണക്കിന് ആളുകളാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അവർക്ക് ഒരു ഗതാഗത സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ വലിയ പരാജയമാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് ചേർത്തല നഗരസഭ മാറി മാറി ഭരിച്ചിട്ടുള്ള ഭരണസമിതി നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തരം ജനകീയ ആവശ്യങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ചേർത്തല നഗരസഭയിലുള്ള 36 കൗൺസിൽ വാർഡുകളിലും സീറ്റുകളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായൊരു മത്സരത്തിനാണ് ദേശീയ ജനാധിപത്യ സഖ്യം തുടക്കം കുറിച്ചിട്ടുള്ളത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സാരഥികളെ അവതരിപ്പിച്ചതോടുകൂടി വലിയ ചർച്ചയാണ് ഇന്ന് ചേർത്തല നഗരപ്രദേശങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ അർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ചേർത്തല നഗരസഭയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ കഴിയും. ആത്മാർത്ഥമായിട്ടൊരു പരിശ്രമത്തിലൂടെ ചേർത്തല നഗരസഭയുടെ ഭരണം തന്നെ പിടിക്കുവാൻ പറ്റുന്നൊരു സാഹചര്യം ഇന്ന് ചേർത്തലയെ സംബന്ധിച്ചുണ്ട്. കാരണം അത്രയ്ക്ക് ഇവിടുത്തെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണെങ്കിലും MPയുടെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള ചേർത്തല നഗരസഭയോടൊപ്പമുള്ള ഈ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത്തരത്തിൽ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളാണ് പിന്തുടരുന്നത്. അല്ലെങ്കിൽ അവരുടെ അഭിലാഷത്തിനനുസൃതമായിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവരുന്ന കാര്യത്തിൽ അവരെല്ലാം തികഞ്ഞ പരാജയമാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആസന്നമായിട്ടുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം സുസജ്ജമായ വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നഗരവാസികളും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുമായിട്ട് അതൊന്ന് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വികസിത കേരളം വികസിത ചേർത്തല എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഈ ഒരു സംഗമം അല്ലെങ്കിൽ ഈ ഒരു കൺവെൻഷൻ ഇവിടെ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹ്രസ്വ സംസാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നഗരസഭയിലെ നിലവിലുള്ള കൗൺസിലറും കാൻഡിഡേറ്റുമായിട്ടുള്ള ശ്രീമതി ആശാ മുകേഷിനെ ക്ഷണിച്ചുകൊള്ളു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സമയം അതിക്രമിച്ചത് കൊണ്ട് തന്നെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ദയവായി എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ വികസിത ഭാരതവും വികസിത കേരളവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ചേർത്തലയുടെ വികസനം സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നതിനെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ചയ്ക്ക് ഇവിടെ വഴിതെളിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചേർത്തല 1953 രൂപം കൊണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 72 വർഷങ്ങളായി ഇപ്പോൾ ചേർത്തല നഗരസഭ രൂപീകൃതമായിട്ട്. 16,188 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള നഗരസഭയുടെ ജനസംഖ്യ 2011 കണക്കനുസരിച്ച് 45,834. കൊച്ചി നഗരത്തിൻ്റെ സാറ്റലൈറ്റ് സിറ്റിയായി വളർന്നു വരുന്ന ചേർത്തലയുടെ വികസന സ്വപ്നങ്ങളെ പിന്നോട്ടടിക്കുന്ന ഭരണസമിതികളാണ് ഇത്രയും കാലം ഇവിടെ ഭരിച്ച ഇടത് വലത് മുന്നണികളെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ തന്നെയാണ് ചേർത്തല നഗരസഭയെയും കുറച്ചെങ്കിലും അവരുടെ വികസന മുരടിപ്പിനെ
അതിൽ നിന്ന് രക്ഷിച്ചത് എന്നുള്ളത് ചേർത്തല നഗരസഭ പുറത്തിറക്കിയ വികസന രേഖയാണിത്. ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അമൃത് നഗരത്തിൻ്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തലയെ അമൃത് നഗരമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ചേർത്തല നഗരസഭയിലേക്ക് വികസനം കടന്നു വന്നത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 1.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തല നഗരസഭയിലെ 7000 കുടുംബങ്ങൾക്കാണ് നമ്മൾ കുടിവെള്ള കണക്ഷൻ നൽകിയത്. ഇപ്പോൾ പുതിയ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനും മറ്റുമായിട്ട് അമൃത് 2.0-ൽ നമ്മൾ 9 കോടി അധികം അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളെ ഇവിടുത്തെ കുളങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അമൃത് 2.0-ൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ചേർത്തല നഗരസഭയിൽ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലേറിയാൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തെ സ്വർഗമാക്കി മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. ഒപ്പം തന്നെ ചേർത്തല കോടിമത ടൂറിസ്റ്റ് ഹൈവേ നമുക്കറിയാം 2000-2001 വർഷത്തിൽ പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുപ്പ് പ്രവർത്തനം തുടങ്ങിയെങ്കിലും പിന്നീട് നിലച്ചു പോവുകയായിരുന്നു. ദേശീയപാതയിൽ നമ്മുടെ തൊട്ടടുത്ത് എക്സ്റേ കവലയിൽ നിന്നാണ് റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇത് ദേശീയപാത 183, 66 റോഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കോട്ടയം, കുമരകം, ചേർത്തല ഇടനാഴിയുടെ സാധ്യതാ പഠനത്തിന് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. നിതിൻ ഗഡ്കരിജിയുമായിട്ടുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കേന്ദ്ര സംഘം ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് നിന്ന് നെടുമ്പാശ്ശേരിയിലെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് തടസ്സമില്ലാതെ യാത്ര ചെയ്യാം. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച കുമരകത്തേക്ക് വിനോദസഞ്ചാരികൾക്ക് വേഗത്തിൽ എത്തിച്ചേരാനും ദേശീയപാത 66-ന്റെ വികസനം പൂർത്തിയാകുന്നതോടെ കോട്ടയം കൊച്ചി യാത്രകൾ വേഗത്തിലാക്കാനും ഈ ഹൈവേ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ കൊച്ചിയോട് ഏറ്റവും അടുത്തുള്ള ചേർത്തലയിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ ചേർത്തലയിലേക്ക് എത്തിച്ചാൽ ടൂറിസം ഭൂപടത്തിൽ ചേർത്തല ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചേർത്തലയെ ആലപ്പുഴ ജില്ലയുടെ വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റാനുള്ള നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ യുവത്വത്തെ ആകർഷിക്കുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആലപ്പുഴ ജില്ലയിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നമ്മുടെ ഒരു പോളിടെക്നിക് ഉണ്ട്, ഒരുപാട് കോഴ്സുകളും പദ്ധതികളും ഉണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നമുക്ക് കിട്ടിയിട്ടില്ല. അതിനെ എഞ്ചിനീയറിംഗ് തലത്തിൽ മികവുറ്റതാക്കി നമ്മുടെ സാങ്കേതിക സർവകലാശാലകളുടെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ ശോചനീയാവസ്ഥ എല്ലാവരും ഇപ്പോൾ ഇവിടെ നമ്മുടെ ആരാധനായ ജില്ലാ പ്രസിഡന്റും സൂചിപ്പിച്ചു കഴിഞ്ഞു. ചേർത്തല ദേശീയപാത 66-ന്റെ നിർമ്മാണത്തോടെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയിലാണ്. അതിന് BJP ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പൊതുജനങ്ങളുടെ പ്രഥമ ആവശ്യമായിട്ട് പരിഗണിച്ച് നമ്മൾ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അവിടെ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് അഭിപ്രായം. ഒപ്പം തന്നെ ചേർത്തല നഗരം നമ്മൾ CCTV നിരീക്ഷണത്തിലാക്കണം. ഇപ്പോഴും 40 ലക്ഷത്തോളം രൂപ മുടക്കി CCTVകൾ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ഒരു CCTV പോലും ഇപ്പോൾ വർക്കിംഗ് അല്ല എന്നുള്ളതാണ് സത്യം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പാക്കണം. ഇവിടെ പൊതു ശൗചാലയങ്ങളില്ല. ചേർത്തല നഗരത്തിൽ ദൂരയാത്ര കഴിഞ്ഞ് ഇവിടെ വരുന്നവർക്ക് പോകുവാനായിട്ട് ഒരു പൊതു ശൗചാലയം പോലും നമ്മുടെ നഗരത്തിലില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. ഒപ്പം തന്നെ നമ്മുടെ നഗരസഭയെ ശിശു സൗഹൃദ നഗരസഭയാക്കി മാറ്റണം. പിന്നെ ഇവിടുത്തെ സ്ലോട്ടർ ഹൗസുകളെ കുറിച്ചാണ് അടുത്തതായി പറയേണ്ടത്. ഇവിടെ വിൽക്കപ്പെടുന്ന മാംസം യാതൊരു പരിശോധനകളുമില്ലാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യാതൊരുവിധ പരിശോധനകളില്ലാതെയുമാണ് നമ്മൾ പൊതുജനങ്ങൾ പോയി വാങ്ങുന്നത്. ഇതൊക്കെ എത്തരത്തിലുള്ള മാംസമാണ് നമ്മൾ ഈ കഴിക്കുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റാതെ നമ്മൾ രോഗികളാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് ചേർത്തല നഗരസഭ കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സംവിധാനം വരണം. അപ്പുറം നമ്മുടെ കായിക പ്രേമികളുടെ ഒരു കായിക പ്രേമികൾ ഏറെയുള്ള ഒരു സ്ഥലമാണ് ചേർത്തല നഗരം. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേഡിയം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. ചേർത്തല നഗരത്തിൽ സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം കാലാകാലങ്ങളായിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഈ കാലഘട്ടത്തിലും ഇവിടെയുള്ള ക്ലബ്ബുകൾ എല്ലാവരും കൂടി ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കുമൊക്കെ നമ്മളൊരു സ്റ്റേഡിയം തുടങ്ങണമെന്ന ആവശ്യം ഉന്നയിച്ച് ഒരു കത്ത് എല്ലാവർക്കും കൈമാറിയിട്ടുണ്ട്. നമുക്ക് മുനിസിപ്പാലിറ്റിയിലും കിട്ടിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതെ നമ്മൾ വന്നാൽ അത് നടപ്പാക്കും എന്നുള്ളത് പൊതുജനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഒപ്പം തന്നെ ദ്രവമാലിന്യ സംസ്കരണം, ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ഖരമാലിന്യ സംസ്കരണത്തിന് നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി. പക്ഷേ FSTP 5 കോടിയോളം രൂപ മുടക്കി നമ്മൾ നിർമ്മിച്ച FSTP അത് ലീക്കായി ഇപ്പോൾ നമ്മുടെ മാലിന്യം
നമ്മൾ ടാങ്കറുകളിൽ എത്തിക്കുന്ന മാലിന്യം അത് പുറത്തേക്ക് വന്ന് ആ നാട് മുഴുവൻ ഒരു ദുർഗന്ധപൂരിതമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് കാണാൻ കഴിഞ്ഞത്. അതിപ്പോൾ ഏകദേശം പരിഹരിച്ചു വരുന്നതേ ഉള്ളൂ. അത് അവർ വളമാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ചേർത്തല മുനിസിപ്പാലിറ്റി കരാർ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ദ്രവമാലിന്യ സംസ്കരണത്തിന് യാതൊരു മാർഗങ്ങളും ചേർത്തല മുനിസിപ്പാലിറ്റിയിലില്ല. ഇതിനു വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മുടെ മാക്ഡവൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. തണ്ണീർമുഖം പഞ്ചായത്തിലാണ് മാക്ഡവൽ ഉള്ളത്. ഏക്കർ കണക്കിന് ഭൂമിയാണ് തരിശായി കിടക്കുന്നത്, വെറുതെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ദ്രവമാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതി തയ്യാറാക്കി വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അതൊരു മുതൽക്കൂട്ട് തന്നെയാവും. അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം നമുക്കെല്ലാം അറിയാം, നിർമ്മാണം പൂർത്തിയാക്കി 2005 ജനുവരി 15 കല്ലിട്ട നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം കഴിഞ്ഞ ദിവസം നമുക്ക് ആഴ്ചകൾക്ക് മുൻപാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ പാലം ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇതിനോടനുബന്ധിച്ചുള്ള ഒറ്റ റോഡുകളും വികസിതമല്ല. എല്ലാം ഇടുങ്ങിയ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു, യാത്രാ സൗകര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റോഡുകളുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീനാരായണ ഗുരു ഗവൺമെൻറ് മെമ്മോറിയൽ ബോയ്സ് ഹൈസ്കൂളാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശങ്ങൾ പതിഞ്ഞ ബോയ്സ് സ്കൂൾ സ്ഥാപിതമായ 1917 പക്ഷേ അതിന്റെ ശോചനീയാവസ്ഥ നമുക്ക് എല്ലാവർക്കും ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശങ്ങളുടെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്ന് നമ്മുടെ എല്ലാവർക്കും കുട്ടികളെയും യുവത്വത്തെയും നിർത്തിക്കൊണ്ട് ആകർഷിക്കാനും അവിടെ അതിനുവേണ്ടിയിട്ടുള്ള സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള ദേശീയ ജനഗാനങ്ങൾ വന്ന് നമ്മുടെ കുട്ടികളെയും ആവിഷ്കരിക്കേണ്ടതുണ്ട്, ആകർഷിക്കാനും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 67 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാൽ നിർമ്മിതമായ ഒരു കനാലുണ്ട് ഇവിടെ, AS കനാൽ. ഒപ്പം തന്നെ നമ്മൾ മനുഷ്യർ നിർമ്മിച്ചതാണ്. 67 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാൽ നിർമ്മിതമായ ഒരു കനാലുണ്ട് ഇവിടെ, AS കനാൽ. പടിഞ്ഞാറാണ് നമ്മൾ മനുഷ്യർ നിർമ്മിച്ച കനാൽ ദേശീയപാതയ്ക്കുന്നത്. നിലവിൽ ദേശീയപാതയിൽ കടക്കാൻ കഴിയാതെ വന്നതോടെ ആലപ്പുഴയിൽ പടിഞ്ഞാറാണ് കനാൽ നമ്മുടെ കനാൽ ദേശീയപാതയ്ക്ക് സമാപിക്കുന്നത്. ദേശീയപാത മുറിക്കാൻ കഴിയാതെ പോയതിനാലാണ് ആലപ്പുഴയിൽ നിന്ന് ആരംഭിക്കുന്ന കനാൽക്കുഴിയിൽ മേൽപ്പാലം ദേശീയപാതയ്ക്ക് കിഴക്ക് സമാപിച്ചു. കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതെ പോയതിനാലാണ് കാലത്ത് ചേർത്തലയുടെ കച്ചവട മേൽപ്പാലങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മികവ് പുലർന്ന നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കനാലായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ ചേർത്തലയുടെ കച്ചവട സ്വപ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മികവ് പുലർന്ന ഒരു ഒക്കെ പ്രവർത്തിച്ചിരുന്ന തീരങ്ങളാണ് കനാൽക്കാലത്തുള്ളതും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗതകാലത്ത് പ്രവർത്തിച്ചിരുന്ന തീരങ്ങളാണ് കനാലാനായിട്ടുള്ളത്. നമുക്ക് ഇതൊക്കെ നമ്മുടെ ഗതകാല ആരോഗ്യോടുകൂടി മെച്ചപ്പെടുത്തുന്നതിന് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. ചേർത്തല ജനങ്ങളുടെ ഒരുപാട് സ്ഥലങ്ങളിൽ വെറുതെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഓപ്പൺ ജിം നഗരസഭയുടെ ഒരുപാട് സ്ഥലങ്ങളിൽ വെറുതെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിച്ച് ജനങ്ങളുടെ ആരോഗ്യം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നഗരസഭ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറത്തേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നഗരസഭ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് ചേർത്തല നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് ചേർത്തല നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. തുടർന്ന് ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ തുഷാർജിയെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർജിയെ ആദരപൂർവ്വം ക്ഷണിച്ചു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഉദ്ഘാടകപ്പെട്ട അധ്യക്ഷൻ രാജീവ് ചേട്ടൻ, മറ്റ് വേദിയിലും പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ രാജീവ് ചേട്ടൻ, സഹോദരങ്ങളെ, മറ്റ് വേദിയിലും സദസ്സിനുമുള്ള സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. അതുകൊണ്ടൊരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സമയം ഒരുപാട് വൈകിയെങ്കിലും അതുകൊണ്ടൊരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന ഒരു ജില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന ഒരു ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണല്ലോ. നമ്മുടെ ജില്ലയാണ്. നമ്മൾ കേരളത്തിലുള്ള മറ്റുള്ളവരൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ആ ജില്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലുള്ള മറ്റുള്ള അവിടെയെല്ലാം എത്രയോ ഡെവലപ്മെന്റുകൾ നടന്നു എന്ന് പരിശോധിച്ചാൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവിടെയെല്ലാം എത്രയോ ഡെവലപ്മെന്റുകൾ നടന്നു വളരെ വളരെ പരിതാപകരമായി സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് സംബന്ധിച്ചോളൂ വളരെ വളരെ പരിതാപകരം. കഴിഞ്ഞ കോൺഗ്രസ് ഭരണകാലഘട്ടത്തിലാണ് നമ്മൾ സംബന്ധിച്ചോളൂ കേരളത്തിൽ നിന്ന് ഏറ്റവും കഴിഞ്ഞ കോൺഗ്രസ് ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന
കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന ഏതാണ്ട് 45 വർഷക്കാലമായി നമുക്കറിയാം ആലപ്പുഴയിലുണ്ട ഒരു ബൈപ്പാസ് ഏതാണ്ട് 45 വർഷക്കാലമായി നമുക്കറിയാം ആലപ്പുഴയിലുണ്ട ഒരു ബൈപ്പാസ് ഉണ്ടാക്കുവാൻ ഈ 45 വർഷക്കാലം മുമ്പ് കല്ലിടുകയും അത് കഴിഞ്ഞ് അതിന്റെ കെട്ടിടം അതിന്റെ ഈ 45 വർഷക്കാലം മുമ്പ് കല്ലിടുകയും അത് കഴിഞ്ഞ് അതിന്റെ കെട്ടിടം 45 വർഷക്കാലം ടാറിങ് തുടങ്ങി ശ്രീ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമാണ് ഈ കഴിഞ്ഞ ഏതാണ്ട് 5-8 വർഷക്കാലം ശ്രീ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമാണ് ഈ കഴിഞ്ഞ ഏതാണ്ട് 5-8 വർഷക്കാലം മുമ്പാണ് അതേ അവസ്ഥ തന്നെയാണ് ആലപ്പുഴ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ എടുത്ത അവസ്ഥ പിടിച്ചത്. ആലപ്പുഴയും മറ്റുള്ള അതേ അവസ്ഥ തന്നെയാണ് ആലപ്പുഴ അല്ലെങ്കിൽ കേരളം വളരെ പരിതാപകരമായി നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് മറ്റുള്ള ജില്ലകളൊന്നും നമ്മൾ വളരെ പരിതാപകരമായ സ്ഥാനങ്ങളിലെ ജില്ലകളും വളർന്ന പോലെ മറ്റുള്ള സംസ്ഥാന വ്യാവസായികമായോ വിദ്യാഭ്യാസപരമായോ കാർഷികമായോ ഒന്നും പോലെ നമുക്ക് ഇതുവരെ വളരെ വ്യാവസായികമായോ വിദ്യാഭ്യാസപരമായോ കാർഷികമായോ നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് ലോറി വന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ നാളെ രാവിലെ ആഹാരം കഴിക്കാനുള്ള കർണാടകയിൽ ലോറി വന്നില്ല എങ്കിൽ ഇന്ത്യയിൽ മറ്റൊന്നും ആഹാരം കഴിക്കാനുള്ള പച്ചക്കറി പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ത്യക്ക് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പോയി തൊഴിലെടുത്ത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ത്യക്ക് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പോയി തൊഴിലെടുത്ത് പണം കൊണ്ടുവരുന്ന പലപ്പോഴും നമ്മുടെ വേദികൾ വന്ന് നിന്ന് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ എന്താ പറയുന്നത് പലപ്പോഴും നമ്മുടെ വേദികൾ വന്ന് ഒരുപാട് നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് സമ്പത്ത് കേരളത്തിൽ വലിയ വ്യവസായം യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ വരുമാന മാർഗം സമ്പത്ത് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ശരീരം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ വരുമാന മാർഗം കേരളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരീരം കയറ്റി പ്രോഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ കയറ്റി അയച്ച് നമ്മളിവിടെ കയറ്റി അയക്കുന്ന പ്രോഡക്റ്റ് അതുപോലെ രാജ്യങ്ങളിലുമെല്ലാം മനുഷ്യനെ കയറ്റി അയച്ച് അവിടെ നിന്ന് വരുന്ന പണം മാത്രമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മൊത്തമായിട്ടുള്ള വരുമാനം എടുത്ത് അവിടെ നിന്ന് വരുന്ന പണം മാത്രമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മൊത്തമായിട്ടുള്ള വരുമാനം എടുത്ത് അവരൊക്കെ സ്വന്തമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളുണ്ടായി പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ അവരൊക്കെ സ്വന്തമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളുണ്ടായി പ്രത്യേകിച്ച് ഇന്ത്യ മുഴുവൻ ഒരുപാട് മേക്ക് ഇൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ നമുക്കറിയാം. ഇന്ത്യ മുഴുവൻ ഒരുപാട് മേക്ക് ഇൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ ഓരോ ദിവസവും ലോകത്തിലെ ഏറ്റവും നല്ല സാമ്പത്തിക വ്യവസ്ഥ ഇന്ത്യയുടെ ഓരോ ലോകത്തിലെ വിരലെണ്ണാവുന്ന തരത്തിലേക്ക് നമ്മൾ സാമ്പത്തിക വ്യവസ്ഥയ്ക്കൊപ്പം ഇന്ന് ലോകത്തിലെ വിരലെണ്ണാവുന്ന തരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ജില്ലാ വളർച്ചയ്ക്കൊപ്പം വളരണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തുകളും അതുപോലെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളിലും നമ്മുടെ ആളുകളെ അതിനുവേണ്ടി ഇന്ത്യയുടെ സ്ഥാനാർത്ഥികളായി നമ്മുടെ ആളുകളെ ജയിപ്പിച്ചാലേ മതിയായ പ്രവർത്തനത്തിന് അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണം. എല്ലാവരും ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നമുക്ക് വരും ദിവസങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദരണീയായിട്ടുള്ള ശോഭചേച്ചിയെ ക്ഷണിച്ചോളൂ. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദരണീയായിട്ടുള്ള ശോഭചേച്ചിയെ ക്ഷണിച്ചോളൂ. വേദിയിലുള്ള ആദരണീയനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ആദരണീയനായ പാർട്ടിയുടെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയെ ഇല്ലാത്ത ചേർത്തലക്കാരുടെ സ്വന്തം ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയെ ഇല്ലാത്ത ചേർത്തലക്കാരുടെ സ്വന്തം ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ആരാധനായിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി അവர்கள் വേദിയിലും ഹൃദയപൂർവ്വം നമസ്കാരം. സ്നേഹനിധി നമ്മളിവിടെ സഹോദരി സഹോദരന്മാർ ശ്രീമതി ആശയുടെ ആശ ഇവിടെ അവതരിപ്പിച്ചത് നമ്മളിവിടെ ഒരു ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിന്റെ പരാജയത്തെ ഒരു ചേർത്തല ആ ഭരണ പരാജയത്തെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഏതൊരു കേരളത്തിലെ ഗ്രാമത്തെക്കുറിച്ചും ഡൽഹിയിലിരുന്നു കൊണ്ട് പരിശോധിക്കാൻ സാധിക്കുന്ന ഇവിടുത്തെ മനുഷ്യരുടെ ആരോഗ്യത്തിനും കുടിവെള്ളത്തിനും അതുപോലെ തന്നെ വൈദ്യുതിക്കും ഗ്രാമങ്ങളിലെ വൈദ്യുതവൽക്കരണത്തിനും ഉൾപ്പെടെ 300-ലധികം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്.